ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവ് അല്ലാഹു ആദരണീയം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സമയങ്ങളിലൂടെ കടന്നു പോവലാണ്. അതിനെ അമലുകൊണ്ട് ഉപയോഗപ്പെടുത്തുക എന്നത് ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ്. വലിച്ചു നീട്ടുന്നില്ല. പുണ്യ മുഹറം മാസം, അള്ളാഹുവിന്റെ ഖുർആൻ പവിത്രം എന്ന് പറഞ്ഞ മാസം, ലോകത്ത് വന്നുപോയ സർവ്വ അമ്പിയാക്കളുടെയും ജീവിത കാലഘട്ടത്തിലെ നിർണായകമായ വലിയ വിജയങ്ങൾ ആഘോഷിക്കപ്പെട്ടിട്ടുള്ള മാസം. ആ മുഹറം മാസം എന്ന് പറയുന്ന അനുഗ്രഹീതമായ ഒരു പിരീഡ് നമ്മളിലേക്ക് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ രാവും പകലും ഒക്കെ ഒരു മുഅ്മിനാണോ അമലുകൊണ്ട് വളരെ ഉത്സാഹത്തോടെയും താല്പര്യത്തോടെയും ആ സമയത്തെ പ്രയോജനപ്പെടുത്തുന്നതിന്റെ തിരക്കിലായിരിക്കും. അങ്ങനെയെങ്കിൽ പറയട്ടെ, ഒരു മുഹറം മാസത്തിൽ ഒരു വെള്ളിയാഴ്ച കിട്ടുക എന്നത് ഒരു വലിയ തൗഫീഖാണ്, വലിയൊരു സൗഭാഗ്യമാണ്. വെള്ളിയാഴ്ചയിൽ ധാരാളം അമലുകളുണ്ട്. എന്തുകൊണ്ട്? വെള്ളിയാഴ്ച അമലിന്റെ പ്രാധാന്യം ഏറെ എണ്ണിപ്പറയപ്പെട്ടിട്ടുള്ള ഒരു ദിവസമാണ്. അള്ളാഹുവിന്റെ ദീനിൽ വെള്ളിയാഴ്ചയുടെ പരിഗണന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ എമ്പാടും കാണാം. അത്രത്തോളം നമ്മുടെ മുന്നിൽ വെള്ളിയാഴ്ചയെ എടുത്തു ഉദ്ധരിക്കപ്പെട്ടോടത്ത് ധാരാളം അമലുകൾ വെള്ളിയാഴ്ചയുടെ പ്രത്യേക അമലായി പലരും പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരായ തസവുഫിന്റെ ഉലമാ ഒരു പടി അതിലേക്ക് കൂടുതൽ കടന്നു വന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക കർമ്മശാസ്ത്രം ധാരാളം അമലുകൾ വെള്ളിയാഴ്ചയുടേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മഹാന്മാരായ തസവുഫിന്റെ ഉലമാഇന്റെ ഇടയിൽ അതൊരു ആഘോഷമാക്കിയതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം ഗസാലിയുടെ ലോക പ്രശസ്ത കിതാബായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ധാരാളം കാര്യങ്ങൾ വെള്ളിയാഴ്ചയുടെ മുന്നൊരുക്കങ്ങളായി ഇങ്ങനെ പറഞ്ഞ് അവസാനം വെള്ളിയാഴ്ചയുടെ പകലിലെ സ്പെഷ്യൽ 7 അമലുകൾ ഉണ്ടെന്ന് ഇമാം ഗസാലി വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. ഇമാം ഗസാലിയുടെ ഇഹ്യാ വെള്ളിയാഴ്ചയുടെ മുന്നൊരുക്കങ്ങൾ ധാരാളം പറഞ്ഞ ശേഷം വെള്ളിയാഴ്ചയുടെ പകലിലെ സുബഹി മുതൽ മഗ്രിബ് വരെയുള്ള ആ സമയത്തിലെ പ്രധാനപ്പെട്ട സ്പെഷ്യലായ 7 അമലുകൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കോർവയും ക്രോഡീകരണവും നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. നമ്മുടെ ഈ ഹ്രസ്വമായ കൂടിക്കാഴ്ചയിൽ, ഈ ചർച്ചയിൽ ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ചൊരല്പം പറയാനാണ് ആഗ്രഹിക്കുന്നത്. റബ്ബ് നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദ്യം വെള്ളിയാഴ്ചയുടെ പകലിൽ പറയപ്പെട്ടിട്ടുള്ള ഇമാം ഗസാലിയാൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ 7ഓളം അമലുകളെ ഒന്ന് വേഗം പറയാം. ഒന്നാമത്തേത്, വെള്ളിയാഴ്ചയുടെ പകലിൽ ഇൽമുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഇൽമുമായി പഠിപ്പിക്കുക, പ്രത്യേകിച്ച് ഇൽമിന്റെ മജ്ലിസിൽ ഒരു അംഗമാവാം. അത് രാവിലെയും വൈകുന്നേരവും അതിനുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട്. സുബഹി കഴിഞ്ഞും അസറിന് ശേഷവും ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അത് ഉപയോഗപ്പെടുത്താം. വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ സ്പെഷ്യൽ അമല്, വെള്ളിയാഴ്ചയിൽ ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയമുണ്ട്. ഇജാബത്തിന്റെ വഖ്ത് എന്ന് അതിന് പറയാം. അങ്ങനെ ഒന്നും ഉണ്ട് എന്ന ധാരണയോടുകൂടെ തന്നെ അത് ഏത് സമയമാണെന്ന് വ്യക്തമല്ല. അതിനുവേണ്ടി ഒരു പ്രതീക്ഷയും അതിനെ നിരീക്ഷിക്കുന്ന ഒരു അമലിന്റെ പതിവും നമുക്ക് ഉണ്ടാവുക എന്നതാണ് രണ്ടാമത്തെ സ്പെഷ്യൽ അമൽ. വെള്ളിയാഴ്ചയുടെ പകലിലെ മൂന്നാമത്തെ സ്പെഷ്യൽ അമൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ്. നാലാമത്തെ സ്പെഷ്യൽ അമൽ പരിശുദ്ധ ഖുർആന്റെ പാരായണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ സ്പെഷ്യൽ അമൽ മഹാന്മാരായ തസവുഫിന്റെ ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്, ഫുഖഹാ അത് പിന്തുണച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയുടെ പകലിൽ നിസ്കാരങ്ങളുടെ വർധനവ്, നിസ്കാരം പെരുപ്പിക്കുക, ളുഹാ നിസ്കാരം വർദ്ധിപ്പിക്കുക, അതുപോലെ തസ്ബീഹ് നിസ്കാരം പകല് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
പിന്നെ പറയുന്ന ആറാമത്തെ അമല്, സ്പെഷ്യൽ അമല് സ്വതക്ക വർദ്ധിപ്പിക്കുക. എപ്പോഴാണിത്? വെള്ളിയാഴ്ചയുടെ പകല്. ഏഴാമത്തെ അമല് വെള്ളിയാഴ്ച ദിവസത്തെ ടോട്ടലി ഒരു ആഖിറത്തിന് വേണ്ടിയുള്ള സമയമായി മാത്രം മാറ്റിവെക്കുക എന്നതാണ്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇതും പരമാവധി അന്ന് ലീവ് എടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ 7ഓളം അമലുകൾ വെള്ളിയാഴ്ചയുടെ സ്പെഷ്യൽ അമലായി ഇമാം ഖസാലി അവിടുത്തെ ഇഹ്യായിൽ പറയുന്നുണ്ട്. ഒന്ന് വിശദീകരിക്കാം. ഒന്നാമത്തേത്, വെള്ളിയാഴ്ചയിലെ ഒന്നാമത്തെ സ്പെഷ്യൽ അമല് ഇൽമിന്റെ മജ്‌ലിസുമായി ബന്ധപ്പെടാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബുക്കറത്തുൻ ഔ ബഅദൽ അസ്ർ, അത് രാവിലാണ് അതിന്റെ ഏറ്റവും അഫ്ളലായ ടൈം, അല്ലെങ്കിൽ അസ്ർ കഴിഞ്ഞാണ്. വെള്ളിയാഴ്ച ജുമയുടെ കൂടെ എല്ലാം തീരല്ലോ, ജുമ ഇതിന്റെ ഇടയിൽ വന്നുള്ളൂ. അസ്തമയത്തിന്റെ ഏറ്റവും അവസാന സമയം വരെ വെള്ളിയാഴ്ച ഉപയോഗപ്പെടുത്താൻ വേണ്ടി അത്രയും പറഞ്ഞിട്ടുണ്ട് മതത്തിൽ, മതഗ്രന്ഥങ്ങളിൽ, മഹാന്മാരുടെ കാഴ്ചപ്പാടുകളിൽ. അപ്പോൾ ഒന്നാമത്തെ സ്പെഷ്യൽ അമൽ വെള്ളിയാഴ്ച ഒന്നുകിൽ അസ്ർ കഴിഞ്ഞ് അല്ലെങ്കിൽ രാവിലെ, 2 സമയം ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ ഖൈറ്. ഇൽമുമായി ബന്ധപ്പെട്ട ഇൽമിന്റെ മജ്‌ലിസിൽ സന്നിഹിതരാവുക എന്നുള്ളതാണ് പറയപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ സ്പെഷ്യൽ അമല് നേരത്തെ പറഞ്ഞ പോലെ വെള്ളിയാഴ്ചയിലെ ഇജാബത്തിന്റെ വഖത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടും നിരീക്ഷിച്ചുകൊണ്ടും അതിനുവേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ്. ആ സമയം വെള്ളിയാഴ്ചയിൽ മുബ്ഹമാണ്, അവ്യക്തമാണ്. എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് സമൂഹത്തിന് മറവി കൊടുത്ത് അതിനെ അള്ളാഹു അവ്യക്തമാക്കിയ പോലെ വെള്ളിയാഴ്ചയുടെ ദുആഇന്റെ ഇജാബത്തുള്ള ആ പകലിലെ സ്പെഷ്യൽ ടൈം അള്ളാഹു മനുഷ്യർക്ക് മറവി കൊടുത്തിരിക്കാം, മറച്ചു വെച്ചിരിക്കാം. അത് ആ ദിവസത്തെ മുഴുവനും ഹയാത്താക്കാൻ വേണ്ടി, പകലും രാവും ഹയാത്താക്കാൻ വേണ്ടി ഈ ടൈം ഉള്ളത് പകലിലാണ്. ഏത് ടൈം? ദുആഇന്റെ ഇജാബത്തിന്റെ സമയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള സമയം പകലിലാണുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു വെള്ളിയാഴ്ചയില് ഇമാം ഗസാലിയൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു വെള്ളിയാഴ്ചയില് ഉണ്ടായ സമയമായിരിക്കും അടുത്ത വെള്ളിയാഴ്ചയുടെ പകലിൽ ഈ ഇജാബത്തിന്റെ വഖത്ത്. അതിങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ പ്രതീക്ഷിച്ചും നിരീക്ഷിച്ചും അതിനുവേണ്ടി ഒരുങ്ങി അതിന്റെ പിന്നാലെ പോണം. അതാണ് രണ്ടാമത്തെ അമൽ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ആ സമയത്തെ ഒരുപാട് ഹദീസുകൾ കൊണ്ട് വ്യാഖ്യാനിച്ച് നമുക്ക് അതിന്റെ സമയത്തെ വ്യത്യസ്ത ഇടങ്ങളിൽ കാണപ്പെട്ടതായി, മഹാന്മാർ അനുഭവിച്ചതായി നമുക്ക് പഠിക്കാൻ കഴിയും. നമ്മൾ മുമ്പ് ഇതേക്കുറിച്ച് ഒരുപാട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഏതായാലും ആ സമയം എപ്പോഴാണ് എന്നത് വ്യക്തമല്ലാത്തത് കൊണ്ടാണല്ലോ അതിന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങി അതിനെ പ്രതീക്ഷിച്ചും നിരീക്ഷിച്ചും കാത്തിരിക്കുക, അതിലേക്ക് ശ്രമിക്കുക എന്നത് രണ്ടാമത്തെ സ്പെഷ്യൽ അമലായി പറഞ്ഞത്. എങ്കിൽ കേട്ടോളൂ, വഖ്തുലിഫ ഫിഹാ, സാധ്യതയുള്ള സമയങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതിന് സാധ്യതയുള്ള സമയങ്ങൾ ഒന്നാമത്തേത് ഇന്നഹാ ഇൻദ തുലൂഇ ശംസി, സൂര്യോദയ നേരത്താണ് ആ ഇജാബത്തിന്റെ വഖത്ത് എന്ന് പറഞ്ഞവരുണ്ട്. വഖീല ഇൻദ സവാൽ, ചിലര് പറഞ്ഞു നട്ടുച്ച നേരത്താണെന്ന്, അതായത് ജുമഅ നടക്കുന്ന നേരത്ത്, നടക്കേണ്ട നേരത്ത്. മൂന്നാമതുള്ള ഒരു അഭിപ്രായം അല്ലാദാൻ, നട്ടുച്ച നേരത്ത് വാങ്കോട് കൂടെ, അതായത് ജുമഅയുടെ വാങ്കോട് കൂടെ. നാലാമതൊരു അഭിപ്രായം ഇദാ സഅദൽ ഇമാമുൽ മിമ്പർ വഅഖദ ഫിൽ ഖുത്ബ, ഇമാം മിമ്പറിൽ കയറി ഖുത്ബ നടക്കുമ്പോഴാണ് ആ ഇജാബത്തിന്റെ വഖത്ത് പാസ് ചെയ്തു പോകുന്നത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ അഭിപ്രായം ഇതാണ്. അപ്പൊ ഇമാം മിമ്പറിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ദുആക്ക് നല്ലോണം ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞോളൂ. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അങ്ങനെ ദുആർക്കുലോ, അല്ലാഹുവേ നരകത്തിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ, അഭയം തരണേ, നല്ലോണം ആമീൻ പറയണം. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, മിമ്പറിലെ ദുആയാണ്. അറ്റ്ലീസ്റ്റ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അങ്ങനെയുണ്ടല്ലോ ദുനിയാവിലും ആഖിറത്തിലും നന്മ ചോദിക്കുന്ന ദുആ. അപ്പോ പണ്ഡിതന്മാരുടെ ഒരഭിപ്രായം, ഉലമാഇന്റെ കണ്ടെത്തല്, അത് വെള്ളിയാഴ്ചയിലെ മിമ്പറിലെ ഖുത്ബയും ദുആയൊക്കെ നടക്കുന്ന നേരത്താണ്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അഞ്ചാമത്തെ അഭിപ്രായം, നിസ്കരിക്കാൻ ആളുകൾ ഇഖാമത്തിന് ശേഷം എഴുന്നേറ്റ് വരുന്ന നേരമാണ്. ആറാമത്തെ അഭിപ്രായം അസറിന്റെ നേരത്താ. അസറിന്റെ നേരത്ത്, അതായത് അസറിന്റെ ഇഖ്തിയാറിന്റെ നേരത്ത്, അസറിന്റെ ഇഖ്തിയാറിന്റെ നേരം. അസർ മുതൽ അസർ തുടങ്ങിയിട്ട് അസറിന്റെ ഖളാ എവിടെ വരണ്ട അവിടെ അതിനുള്ളിലുള്ള ഏതെങ്കിലും നേരത്തായിരിക്കും. ഏഴാമതൊരു അഭിപ്രായമുണ്ട്,
അസറിന്റെ അറ്റത്തെത്തി മഗ്രിബോട് ചേരുന്ന നേരത്ത്. അസറിന്റെ ഫുൾ ടൈം 6ാമത്തെ അഭിപ്രായം. അത് നബി വഫാത്തായത് ആ ടൈമില, അസറിന് ശേഷം. വെള്ളിയാഴ്ച അസറിന് ശേഷമാണ് ആദൻ നബി മൗത്തായ ദിവസം വെള്ളിയാ, ഇജാബത്തിന്റെ ഖത്തെന്ന കാര്യം വ്യക്തമാ, അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അസറിന് ശേഷം. 7ാമത്തെ അഭിപ്രായം സൂര്യാസ്തമയത്തിന്റെ അവസാനത്തെ ചുവപ്പിലേക്കെത്തി, വെള്ളി തീരാണ് ആ നേരത്ത്. ആ സമയത്തെ പരിഗണിച്ചിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഇമാം ദാറുഖുത്നി അവിടുത്തെ ഇലലിൽ, ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ ജോലിക്ക് സഹായിക്കാൻ വരുന്ന ഖാദിമയെ, ഒരഭിപ്രായത്തിൽ അതൊരു ആണാണെന്നും മറ്റൊരഭിപ്രായത്തിൽ പെണ്ണാണെന്നുണ്ട്. ആണാണെങ്കിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു സഹായിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തെ ഏർപ്പാടാക്കി എന്ന്. ഇമാം ഗസാലി മറ്റൊക്കെ പറയുന്നത് അതൊരു പെണ്ണായിരുന്നു എന്ന്. ആരും ആകട്ടെ, ഈ വീട്ടുവേലയിൽ സഹായിക്കാൻ വരുന്ന വ്യക്തിയെ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീടിന്റെ ഉച്ചിയുടെ മുകളിൽ, മച്ചിന്റെ മുകളിൽ, മേൽക്കൂരയിൽ കയറ്റി നിർത്തും. എന്നിട്ട് സൂര്യാസ്തമയത്തെ നിരീക്ഷിക്കാൻ പറയും. ഫാത്തിമ ബീവി പറഞ്ഞ ആ ഒരു നിറത്തിലേക്കും രൂപത്തിലേക്കും സൂര്യാസ്തമയത്തിന്റെ കോലം എത്തിക്കഴിഞ്ഞാൽ മുകളിൽ നിന്നൊന്ന് വിളിച്ചു പറയണോട്ടോന്ന് ഫാത്തിമ ബീവി അവരെ ഏർപ്പാടാക്കുകയും ചെയ്തു. അവര് വിളിച്ചു പറയും. അപ്പോഴേക്കും ഫാത്തിമ ബീവി വേഗത്തിൽ വക്കാനത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ തുറാഇ ദാലികൽ വഖത്ത്, ആ സമയത്തെ പരിഗണിക്കും. ഫതഖുദു ഫിദ്ദുആഇ വൽ ഇസ്തിഗ്ഫാരി ഇലാ അൻ തഗ്റുബ അശ്ശംസ്. അങ്ങനെ സൂര്യന്റെ ചുവപ്പിന്റെ നിറം മങ്ങലിനെ കൃത്യമായി വിളിച്ചു പറയുമ്പോൾ അതനുസരിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹ ദുആ ഇസ്തിഗ്ഫാറായിട്ട് അങ്ങോട്ട് ബിസിയാവും ആ കുറഞ്ഞ നേരം. എന്നിട്ട് മഹദി അവർകൾ പറഞ്ഞു, വതുഖ്ബിറു ബിഅന്ന തിൽക സഅത ഹിയൽ മുൻതളറ വതുഅഥിറുഹു അൻ നബിഹാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്റെ പ്രിയപ്പെട്ട പിതാവ് അല്ലാഹുവിന്റെ ഹബീബ സമയത്തിൽ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിലാ അസ്തമയാഖില സൂര്യന്റെ അരുണകിരണങ്ങൾ പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ ചഞ്ചായമണിയുന്ന നേരത്ത് വെള്ളിയാഴ്ചയുടെ ഏറ്റവും അറ്റത്തെ നിമിഷത്തെ പോലും ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹയാത്താക്കി, ദുആ കൊണ്ട് ഹയാത്താക്കി. ആണിനും പെണ്ണിനും ഒരുപോലെയാണ് കേട്ടോ ഇത്. ഫാത്തിമ ബിയുടെ ചരിത്രം അതാ പറഞ്ഞത്. അപ്പൊ ഏതായാലും വെള്ളിയാഴ്ചയുടെ പകലിൽ സ്പെഷ്യലായി ചെയ്യാനുള്ള 2ാമത്തെ അമല് ഈ ഇജാബത്തിന്റെ നേരത്തെ നമ്മളൊന്ന് ശ്രമിക്കണം, അതിനൊന്ന് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം, അതിനെ ഒരു ശ്രദ്ധയോടുകൂടെ ഒന്ന് ഫോളോ ചെയ്യണം എന്നതാണ്. 3ാമത്തെ സ്പെഷ്യൽ അമൽ, വെള്ളിയാഴ്ചയുടെ പകലിലെ 3ാമത്തെ സ്പെഷ്യൽ അമൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. الثالث يستحب أن يكثر الصلاة على رسول الله صلى الله عليه وسلم في هذا اليوم. ഇമാം ഗസാലി പറയാ, വെള്ളിയാഴ്ച പകലിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കണം. രാത്രി ചൊല്ലുന്നതിനെ പറ്റി വേറെ ഹദീസിലുണ്ട് കേട്ടോ, രാത്രിയും വർദ്ധിപ്പിക്കാവുന്നതാണ്. പകലേ ചൊല്ലാവൂന്ന് അർത്ഥമാക്കപ്പെടരുത്, പകൽ എന്തായാലും ചൊല്ലിയേ പറ്റൂ. കേട്ടോളൂ. വയുസല്ല, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ വ്യാഖ്യാനത്തിൽ ഇസ്മാഈൽ അൽ ഹഖ് ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്ന ചില ഉദ്ധരണികളും ഹദീസും വേഗം പറയാം. വയുസല്ല യൗമൽ ജുമുഅത്തി വലൈലത, വെള്ളിയാഴ്ചയുടെ പകലും വെള്ളിയാഴ്ചയുടെ രാത്രിയിലും അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കപ്പെടണം. എന്താ കാരണം എന്നറിയോ? ഫഇന്നൽ ജുമുഅത സയ്യിദുൽ അയ്യാം, വെള്ളിയാഴ്ച എന്ന ദിവസങ്ങളുടെ നേതാവ്. വമഖ്സൂസും ബിസയ്യിദിൽ അനാം, സൃഷ്ടികളുടെ നേതാവിനോട് ദിവസങ്ങളുടെ നേതാവിനൊരു ബന്ധമുണ്ട്. അതിന്റെ പേരിൽ ഫലിസ്സലവാതി ഫീഹി, വെള്ളിയാഴ്ചയുടെ പകലിൽ വെള്ളിയാഴ്ചയുടെ രാത്രികളിൽ ചൊല്ലപ്പെടുന്ന സ്വലാത്തുകൾക്ക് മസിയത്തുൻ, ഇരട്ടി പ്രതിഫലമാണ്. എപ്പോ സ്വലാത്ത് ചൊല്ലിയാലും കിട്ടുന്ന ഒരു വലിയ കൂലിയുണ്ട്. ആ കൂലിനേക്കാൾ ഇരട്ടി, എത്ര ഇരട്ടി എന്ന് പറയാൻ പറ്റൂല. വസിയാദത്തുൻ മസൂബത്തുൻ, വലിയ പ്രതിഫലമുള്ള വർധനവ് കിട്ടും. വഖുർബത്തുൻ,
റബ്ബിനോട് വേഗം അടുക്കാൻ പറ്റും, റസൂലിനോട് അടുക്കാൻ പറ്റും സല്ലല്ലാഹു അലൈഹി വസല്ലം. വദറജത്തുൻ, നമ്മുടെ വ്യക്തിത്വം വികസിക്കും. വെള്ളിയാഴ്ചയുടെ സ്വലാത്തിന്റെ പവറാണത്. ഹദീസിലുണ്ടല്ലോ, ഇമാം അബൂ ദാവൂദിന്റെ സുനനിലുള്ള ഹദീസ്, മറ്റു പലരും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ഔസ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയാം, ഖാല റസൂലുള്ളാഹി ഇന്ന അഫ്ളല അയ്യാമികും യൗമുൽ ജുമുഅ, നിങ്ങൾ ജീവിച്ചു പോകുന്ന ദിവസങ്ങളിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസം വെള്ളിയാണ്. ഖുലിഖ ഫീഹി ആദം, ആദം നബി പിറന്നതെന്ന. വഫീഹി നഫ്ഖാ, ഖിയാമത്തിന്റെ ഊത്ത് അന്നാണ്. വഫീഹി സഅഖാ, അന്നാണ് പ്രകമ്പനത്താൽ സൃഷ്ടികൾ മുഴുവനും ബോധം കെടുന്ന ഇസ്രാഫീലിന്റെ മറ്റൊരൂത്തുള്ളത്. പേടിക്കപ്പെടേണ്ട ദിവസമാണ് വെള്ളി. ലോകാവസാനം വെള്ളിയാ സയ്യിദുനാ റസൂലുള്ളാഹി ഫഅക്സിറൂ അലയ്യ മിനസ്സലാത്തി ഫീഹി, വെള്ളിയാഴ്ചയിൽ എനിക്കുള്ള സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. ചൊല്ലിക്കോന്നല്ലാട്ടോ, ചൊല്ലൽ എപ്പോഴും വേണം. ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും കൂടുതൽ ചൊല്ലണം വെള്ളി വരുമ്പോ, അങ്ങനെയാ പറഞ്ഞത്. സ്വലാത്ത് ചൊല്ലണം എന്നല്ല, ചിലർ അങ്ങനെ അർത്ഥം പറയാറുണ്ട്. ഫഅക്സിറൂ ഫീഹി അലയ്യ മിനസ്സലാ, അന്ന് എന്റെ പേരുള്ള സ്വലാത്ത് ചൊല്ലിക്കോന്നല്ലടോ. ചൊല്ലല എപ്പോഴും വേണം, എന്നും വേണം, എന്നും എപ്പോഴും. എത്രയോ അത് പോരാ, അന്ന് കൂടുതൽ. തീരെ ചൊല്ലാത്തവനെ പറ്റി അവിടെ ചർച്ചയില്ല കേട്ടോ. വെള്ളിയാഴ്ചയുടെ സ്പെഷ്യൽ അമലാണ്. സ്വഹാബി സാന്ദർഭികമായി പറയാം, ഒരു സ്വഹാബി അന്ന് ചോദിച്ചു, നബിയെ, ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത്, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എന്റെ മുന്നിൽ പ്രത്യക്ഷമാക്കപ്പെടും അഡ്രസ്സോടുകൂടി. എങ്ങനെ നബിയെ? അങ്ങ് മണ്ണാവില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ശരീരങ്ങളെ മണ്ണിന് അല്ലാഹു ഹറാമാക്കി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ അഹ്സാബിന്റെ വ്യാഖ്യാനം റൂഹുൽ ബയാനിൽ ഈ ഹദീസ് കാണാം, അബൂ ദാവൂദിന്റെ സുനനിൽ കാണാം റളിയല്ലാഹു അൻഹു. വെള്ളിയാഴ്ചയുടെ സ്പെഷ്യലായിട്ടൊരു 100 വെള്ളിയാഴ്ചയുടെ സ്പെഷ്യല്. ഒരു ദിവസം ഒരാൾ 1000 സ്വലാത്ത് എന്തായാലും ചൊല്ലലുള്ളതാ. അങ്ങനെ ഒന്ന് സങ്കല്പിക്കാം. ഒരു ദിവസം നമ്മളൊക്കെ ഒരു 500 ചൊല്ലുന്നുണ്ട്, അങ്ങനെ സങ്കല്പിക്കും. എത്ര ചൊല്ലുന്നുണ്ട് അത് പോരാ, വെള്ളിയാഴ്ചയുടെ പേരിൽ ഒരു 100 വേറെ ചൊല്ലണം. അങ്ങനെ ഒരു അദബുണ്ട്. അൻ മുഹമ്മദ് ബിൻ ഇജ്ലാൻ അൻ നബീഹി ഖാല ഖാല അലിയും മൻ സല്ലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൽ ജുമുഅത്തി 100 മറ. എന്നും ചൊല്ലുന്ന പോലെയൊക്കെ ചൊല്ലൽ കൂടാതെ വെള്ളിയാഴ്ചയുടെ പേരിൽ ഒരു 100 വേറെ റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നും അലി തങ്ങൾ പഠിച്ചതായത്. അങ്ങനെ വെള്ളിയാഴ്ചയുടെ പേരിൽ ഒരു 100 വേറെ ചൊല്ലുന്നവൻ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ വഅലാ വജ്ഹിഹി മിനൻ നൂരി നൂർ, മുഖത്ത് പ്രകാശത്തിന്മേൽ പ്രകാശമാ. ജനങ്ങൾ ഈ പ്രകാശം കാണുമ്പോൾ ഞെട്ടിപ്പോകും. അവര് ചോദിക്കും, അയ്യു ശൈഇൻ കാന യഅമലു ഹാദാ, ഈ മനുഷ്യൻ ചെയ്ത അമൽ എന്തായിരിക്കും? ഈ മനുഷ്യൻ ഏത് അമൽ ചെയ്തിട്ടാ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങാ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വെള്ളിയാഴ്ചയുടെ സ്പെഷ്യലായിട്ട് ഒരു 100 സ്വലാത്ത്. ഇമാം ഗസാലി അക്കമിട്ട് പറയാ, വെള്ളിയാഴ്ചയുടെ പകലിലെ സ്പെഷ്യലായ 7 അമലുകൾ നമ്മളതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ 3 പറഞ്ഞു. 3ാമത്തെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്നാ പറഞ്ഞു. 4ാമത്തേത് വെള്ളിയാഴ്ച പകലിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാൻ പറ്റുന്നവര് അങ്ങനെ ചെയ്യാം. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാം. ഖുർആൻ പാരായണം വെള്ളിയാഴ്ചയിൽ വർദ്ധിപ്പിക്കുന്നതിനെ നമ്മൾ 3 രീതിയിൽ പരിചയപ്പെടാറുണ്ട്. 3 തലങ്ങളിൽ കാണാം. 1ാമത്തേത് അൽ കഹ്ഫ് പോലെയുള്ളതൊക്കെ പാരായണം ചെയ്യാം. അങ്ങനെ ഉണ്ടല്ലോ, പതിവായി ചെയ്യുന്ന അൽ കഹ്ഫ് പോലെയുള്ളതൊക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് അൽ കഹ്ഫ് ഒരെണ്ണേ ഓതാവൂന്ന് ആരും ചിന്തിക്കരുത്. ഒരെണ്ണമെങ്കിലും ഓതണം. ഒന്നിലധികം എത്ര വേണേലാവും. ബറാഅത്തിലാവുന്ന ആകെ 3 യാസീനെ ഓതാവുള്ളൂ. 4ാമത്തത് ഓതി അള്ളാഹു എന്തിനും ചെയ്യുന്ന ചിലരുടെ ധാരണ. അങ്ങനെയല്ല, 3 ഓതണം. അത് 6 ആക്കാം, 9 ആക്കാം, 12 ആക്കാം, 15 ആക്കാം, 18 ആക്കാം, 21 ആക്കാം, എത്രയാക്കാം. 3 എന്നൊരു കോഴ്സ് മഹാന്മാർ പഠിപ്പിച്ചു. വെള്ളിയാഴ്ചയിൽ അൽ കഹ്ഫ് 1 പാടുള്ളൂ എന്നല്ല, വെള്ളിയാഴ്ചയിൽ അൽ കഹ്ഫ് 1 ഓതണം. ഏറ്റവും അഫ്ദലായ ടൈം സുബഹി കഴിഞ്ഞിട്ടാണ് കേട്ടോ.
പിന്നെ ഒരു അഫ്ളലായ ടൈം പറയുന്നത് മഗ്രിബ്, തലേ രാത്രിയിൽ വ്യാഴം അസ്തമിച്ചിട്ട് മഗ്രിബ് കഴിഞ്ഞിട്ട്. അൽ കഹ്ഫ് എന്ന കാര്യം പറഞ്ഞു. ഇനി കേട്ടോളൂ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ ഇരുവരും പറയുന്ന ഒരു ഹദീസ് കേട്ടോളൂ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, ഒരാള് വെള്ളിയാഴ്ച പകല് അല്ലെങ്കിൽ രാവ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ, മറക്കണ്ട, വെള്ളിയാഴ്ച പകലിലെ സ്പെഷ്യൽ അമലാണ് അൽ കഹ്ഫ് ഓതൽ. അത് രാവിലെ ഓതാം, അത് വേറെ ഹദീസുകൾ കൊണ്ട് പറഞ്ഞ കാര്യമാണെന്നുള്ളൂ. എന്നാലും വെള്ളിയാഴ്ച പകലിൽ ഓതുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ. മഹാനായ അബൂ ഹുറൈറ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പുണ്യ നബിയിൽ നിന്നും പഠിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, വെള്ളിയാഴ്ച ആരെങ്കിലും അൽ കഹ്ഫ് പാരായണം ചെയ്താൽ ഉഅ്തിയ നൂറൻ മിൻ ഹൈസി യഖറഉഹാ ഇലാ മക്ക, ഒരു വെളിച്ചം അല്ലാഹുവിന് നൽകും. നിലവിൽ അവൻ ഓതാൻ ഇരുന്നോടത്തുന്ന ആ വെളിച്ചം മക്ക വരെ എത്തും. അത്രയും നീളമുള്ള ഒരു വെളിച്ചം നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കത് കാണാൻ, ആസ്വദിക്കാൻ, അറിയാനൊക്കെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പിന്നെ കേട്ടോളൂ, വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതിയ കിട്ടുന്ന കൂലി, അവന് എല്ലാ പാപവും പൊറുക്കപ്പെടും. ഇലാ യൗമിൽ ജുമുഅത്തിൽ ഉഖറ, അടുത്ത വെള്ളി വരെ അവന് പാപം പൊറുത്തുകൊണ്ടേയിരിക്കും. ഇനി കേട്ടോളൂ, അതായത് വരാൻ പോകുന്ന ഒരാഴ്ചത്തെ പാപം മാത്രവുമല്ല, അവന്റെ പേരിൽ 3 ദിവസത്തേക്ക് മഹാന്മാരായ 70,000 മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അവന്റെ പേരിലും 70,000 മലക്കുകൾ 3 ദിവസം, വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതിയ ശനി, ഞായർ, തിങ്കള്, 3 ദിവസം 70,000 മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. രോഗങ്ങളിൽ ആരോഗ്യം കിട്ടാൻ അൽ കഹ്ഫ് ഓതിയാൽ മതിയെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ കഹ്ഫ് ഓതിയാൽ മതി. അതുപോലെ തന്നെ ചില വിഷമപ്പെടുത്തുന്ന രോഗങ്ങൾ, ബർസ്, ജുദാമ്, വെള്ളപ്പാണ്ട്, കുഷ്ഠം പോലെയുള്ള രോഗങ്ങൾക്ക് കാവലാണ് അൽ കഹ്ഫ് പാരായണമെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് പഠിപ്പിച്ചു മഹാന്മാരായ സ്വഹാബത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. പിന്നെയും പറഞ്ഞു, ഫിത്നത്തുദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നക്ക് കാവലാണ് അൽ കഹ്ഫ് പാരായണമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അങ്ങനെ ഉണ്ട് ട്ടോ. അപ്പൊ വെള്ളിയാഴ്ചയിലെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നതാണ് ആ സ്പെഷ്യലായ അമലുകളിൽ നമ്മളിപ്പോ പറഞ്ഞത്. ഇനി കേട്ടോളൂ, ആ വെള്ളിയാഴ്ച പകലിലെ ഖുർആൻ പാരായണം 3 തലത്തിൽ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് അൽ കഹ്ഫ് പോലെയുള്ളത് പാരായണം ചെയ്യലാണ്. രണ്ടാമത്തെ തലം യുസ്തഹബ്ബു അൻ യഖ്തിമൽ ഖുർആന, ഒരാൾക്ക് പറ്റുമെങ്കിൽ അന്ന് ഖത്തോതാൻ പറ്റുമെങ്കിൽ ഒരു വെള്ളിയാഴ്ച കൊണ്ട് ഒരു ഖത്തോതാൻ പറ്റുമോ? നമ്മളെപ്പോലുള്ളവർക്കൊക്കെ പ്രയാസമാണ് ഒരു ദിവസം കൊണ്ട് ഒരു ഖത്തോതാന്നൊക്കെ പറഞ്ഞു. വെള്ളി രാവും പകലും കൂടിയിട്ടാണ് ഒരു ഖത്തോതാൻ പറ്റണമെങ്കിലും അങ്ങനെ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനൊക്കെ സാധിക്കുമായിരുന്നു. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, സമയം കിട്ടോ ഉസ്താദേ, അതിന് അള്ളാഹു സമയത്തിൽ ബർക്കത്ത് തരും. അല്ലാതെ സ്പീഡിൽ ഓതി എന്നുള്ളതിനർത്ഥം. അത് ഓതിത്തീരാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കും, ഒരു അമലല്ലേ. ഇനി കേട്ടോളൂ, വെള്ളിയാഴ്ച രാവ് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പകല് കഴിയുമെങ്കിൽ അങ്ങനെ ഒരു ഖത്തോത. ഇനി രണ്ടും കൂടി കൂട്ടിക്കോ, രാവും പകലും കൂടി. ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ എപ്പോഴോ ഓതി വെച്ച ഒരു ഖത്തം തീരുന്നത് വെള്ളിയാഴ്ചയാണ്. അത് രാത്രിയാണ് തീർക്കുന്നതെങ്കിൽ മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്തിലേക്ക് കൊണ്ടുവരാം. വെള്ളിയാഴ്ച രാവിലെ ആ ഖത്തം തീരുന്നത് പകലിലാണെങ്കിൽ ജുമഅയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, അല്ലെങ്കിൽ ജുമഅയുടെ നേരത്തുള്ള നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരത്തിൽ. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ലേ പറ്റും, പകലിലേക്ക് കൊണ്ടുവരാം. ആ ഖത്തം വന്ന് അവസാനിക്കുന്നത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ആണല്ലോ അവസാനിക്കുമ്പോൾ ഓതേണ്ടത്. ആ ഭാഗം നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടല്ലോ, രാത്രിയാണ് അവസാനിക്കണമെങ്കിൽ മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിൽ ആ ഫലഖും നാസും ഓതിയിട്ട് അങ്ങനെ ഖത്തം തീരൽ നിസ്കാരത്തിലൂടെ. വെള്ളിയാഴ്ച രാവിലാണെങ്കിൽ മഗ്രിബിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിൽ, വെള്ളിയാഴ്ച പകലിലാണെങ്കിൽ ജുമഅയുടെ നേരത്തുള്ള ജുമഅയുടെ മുമ്പ് നിർവഹിക്കപ്പെടുന്ന 2 റക്അത്ത് സുന്നത്തിൽ അവസാനിപ്പിക്കുക. ഇങ്ങനെ മഹാന്മാർ പറയുന്നുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ചയിലെ ഖുർആൻ പാരായണത്തിന്റെ ഒരു തലമാണ് ഈ പറയുന്നത്. അതിന് വലിയ ശ്രേഷ്ഠത ഇങ്ങനെ ചെയ്യുന്നതിന്.
വെള്ളിയാഴ്ചയിലെ ഖുർആൻ പാരായണത്തിന്റെ മൂന്നാമത്തെ തലം വകാനൽ ആബിദൂന യസ്തഹിബ്ബൂന അൻ യഖറഉ യൗമൽ ജുമുഅത്തി ഖുൽ ഹുവല്ലാഹു അഹദ് അൽഫ മറ. വെള്ളിയാഴ്ച ഖുൽ ഹുവല്ലാഹു അഹദ് 1000 വട്ടം പകല് ഓതൽ മഹാന്മാരായ സൂഫിയാക്കൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇഹ്യാണ് ഞാൻ ഈ വായിക്കുന്നത് കേട്ടോ. അങ്ങനെ വെള്ളിയാഴ്ച പകല് 1000 ഖുൽ ഹുവല്ലാഹു അഹദ്. മാത്രവുമല്ല മഹാന്മാരായ സൂഫിയാക്കള് വെള്ളിയാഴ്ച പകലിൽ 1000 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്ന പോലെ വകാനൂ യുസല്ലൂന അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഫ മറ. 1000 സ്വലാത്ത് വെള്ളിയാഴ്ച പകലിൽ ചൊല്ലും. വകാനൂ യഖൂലൂന സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അൽഫ മറ. 1000 വട്ടം ഈ 4 ദിക്റും ചൊല്ലുമായിരുന്നു. ഇനിയും കേട്ടോളൂ. വൈൻ ഖറഅ അൽ മുസബ്ബഅത്തി സിത്ത ഫീ യൗമിൽ ജുമുഅ ഔ ലൈലത്തഹാ ഫഹസുനാ. വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ മുസബ്ബഅത്തുൽ അശ്ർ, അൽ മുസബ്ബഅത്തുൽ അശ്ർ 10 മുസബ്ബഅത്ത് ഉണ്ട്. 7 വട്ടം ചൊല്ലൽ പ്രത്യേകം പുണ്യമുള്ള 10 കാര്യങ്ങളുണ്ട്. അത് വെള്ളിയാഴ്ച രാവോ പകലോ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ളതുമാണ്. വെള്ളിയാഴ്ച പകലിൽ ആ മുസബ്ബഅത്തിലെ 6 ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. മുസബ്ബഅത്തിലെ 10 ചൊല്ലേണ്ടത്. ഞാൻ പറയാം എന്താന്നുള്ളത്. 10 7 വട്ടം ചൊല്ലേണ്ട 10 കാര്യങ്ങളുണ്ട്. അതിൽ 6 ഉണ്ട്. ആ 6 ഖുർആന്റെ ആയത്തുകളും ഖുർആന്റെ അധ്യായങ്ങളുമാണ്, സൂറത്തുകളുമാണ് 6. പിന്നെ ബാക്കി വരുന്ന 4 ചില ദിക്റുകളാണ്. അൽ മുസബ്ബഅത്തുൽ അശ്റാണ് 10 മുസബ്ബഅത്ത്. ആ 10 മുസബ്ബഅത്ത് ഇമാം ഗസാലി കൃത്യമായി ആ 10 മുസബ്ബഅത്ത് അവിടുത്തെ ഇഹ്യായിൽ പറയുന്നുണ്ട്. മുസബ്ബഅത്തിലെ 10 മുസബ്ബഅത്തിലെ 6 ഖുർആനിലെ ആയത്തുകളും സൂറത്തുകളാണ്. അത് വെള്ളിയാഴ്ചയുടെ പകലിൽ പ്രത്യേകം ഓതൽ സുന്നത്തുണ്ട്. ഏതായാലും സാന്ദർഭികമായി മുസബ്ബഅത്ത് 10 ഞാൻ പറയാം. ഖുർആൻ പറഞ്ഞിട്ടുള്ള ഖുർആനിലെ ആയത്തുകളും അധ്യായങ്ങളുമാണ് അതിലെ 6 മുസബ്ബഅത്ത്. മുസബ്ബഅത്ത് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ആ വാക്കിന് അർത്ഥം 7 വട്ടം ചൊല്ലേണ്ടതെന്ന, 7 വട്ടം ചൊല്ലിയാൽ പ്രത്യേക പരിഗണനയും കൂലിയുമുള്ള, 7 വട്ടം ചൊല്ലിയാൽ പ്രത്യേക കൂലിയുള്ള സ്പെഷ്യലായുള്ള ഒരു അമലാണ് മുസബ്ബഅത്ത്. അത് 10 10 തരത്തിലുള്ള കാര്യങ്ങളാണ് 7 വട്ടം ചൊല്ലേണ്ടത്. ആ 10 6 ഖുർആനാണ്, ബാക്കി 4 ചില ദിക്റുകൾ. ഒന്നാമത്തേത് അൻ തഖൂല വഹിയ അൻ തഖൂല ഖബ്ല തുലൂഇ ശംസി. മുസബ്ബഅത്ത് എപ്പോഴാ ചൊല്ലാം? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായും അതുപോലെ തന്നെ സൂര്യന്റെ വെളിച്ചം ഭൂമിയിൽ വിടരുന്നതിന് മുമ്പായും മഗ്രിബിന് മുമ്പായും. അപ്പൊ രാവിലെയും വൈകുന്നേരവും 7 വട്ടം ചൊല്ലേണ്ട 10 കാര്യങ്ങളുണ്ട്. അതായത് മുസബ്ബഅത്ത്. വേഗം പറയും. ഇമാം ഗസാലിയുടെ ഇഹ്യാണ് ഈ പറയുന്നത്. ഫാത്തിഹയാണ് അതിലൊന്ന്, 7 വട്ടം ചൊല്ലാം. മുസബ്ബഅത്തിൽ പെട്ടതാണ് ഫാത്തിഹ. രണ്ടാമത്തെ സൂറത്ത് ഖുൽ ഹുവല്ലാഹ്, ഫലഖ്, നാസ് 4. അഞ്ചാമത്തെ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ. 6 ആയത്തുൽ കുർസി. എത്ര വട്ടം? 7 വട്ടം. ഇങ്ങനെ 7 വട്ടം ചൊല്ലുന്ന 6 ഇപ്പൊ പറഞ്ഞു. ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹ്, ഫലഖ്, നാസ്, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, ആയത്തുൽ കുർസി. 6 പറഞ്ഞില്ലേ? ഈ 6 പോലെ തന്നെ ഇനിയും 7 വട്ടം ചൊല്ലേണ്ട 4 കാര്യം കൂടി പറയാനുണ്ട്. ഇങ്ങനെ 7 വട്ടം ചൊല്ലേണ്ട 10 കാര്യങ്ങളുണ്ട്. അൽ മുസബ്ബഅത്തുൽ അശ്ർ എന്ന് അത് പറയാം. വെള്ളിയാഴ്ചയുടെ പകലിൽ ഇതിലെ 6 ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 6 ചൊല്ലൽ പ്രത്യേകം നല്ലതാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. 6 ഏതൊക്കെയാ? 1 ഫാത്തിഹ, 2 ഖുൽ ഹുവല്ലാഹ്, 3 ഫലഖ്, നാസ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, ആയത്തുൽ കുർസി. ഇത് എത്ര വട്ടാ ചൊല്ലേണ്ടത്? 7 വട്ടം ഇങ്ങനെ ചൊല്ലിക്കൊടുക്കണം. ഇനി മുസബ്ബഅത്തിൽ ഇനി പറയാനുള്ളത് 7ാമത്തേത് ദിക്റാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അത്രയും 7 വട്ടം. 8ാമത് പറയേണ്ട മുസബ്ബഅത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. എത്ര വട്ടം? 7 വട്ടം. മുസബ്ബഅത്തിലെ 9ാമത് പറയേണ്ടത് തഗ്ഫിറു ലിനഫ്സിക വലിവാലിദൈക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും സ്വന്തം ശരീരത്തിനും മാതാപിതാക്കൾക്കും വേണ്ടിയിട്ട് ദുആ ഇറക്ക, പൊറുക്കൽ തേടി. അല്ലാഹുമ്മ ഗഫിർ ലനാ വലിവാലിദീന വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് 7 വട്ടം. 10ാമത്തേത് ഒരു ദിക്റാണ്. മുസബ്ബഅത്തിലെ 10ാമത്തേത് ഒരു ദിക്റാണ്. അല്ലാഹുമ്മ ഫഅൽ ബി വബിഹിം ആജിലൻ
വആജിലൻ ഫിദ്ദീനി വദ്ദുനിയാ വൽആഖിറ മാ അൻത ലഹു അഹ്ലുൻ വലാ തഫ്അൽ ബിനാ യാ മൗലാനാ മാ നഹ്നു ലഹു അഹ്ലുൻ ഇന്നക ഗഫൂറുൻ ഹലീം ജവാദുൻ കരീം റഊഫുർ റഹീം. 7 വട്ടം. അങ്ങനെ 10 മുസബ്ബഅത്താണ്. അൽ മുസബ്ബഅത്തുൽ അശ്ർ. വെള്ളിയാഴ്ചയുടെ പകലിൽ ഇതിലെ 6 ചൊല്ലൽ പ്രത്യേകം പുണ്യമാണെന്ന് മഹാന്മാർ പറഞ്ഞു. ആ 6 ആദ്യം പറഞ്ഞിരുന്നു. ആ 6 ഖുർആന്റെ ആയത്തും സൂറത്തുകളുമാണ്. അപ്പൊ വെള്ളിയാഴ്ചയുടെ പകലിൽ ഇമാം ഗസാലി നമുക്ക് കോർത്തിണക്കി തന്ന 7ഓളം അമലുകളിൽ ഇപ്പൊ 4 പറഞ്ഞു. ഒന്നാമത്തേത് ഇൽമുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. അസ്ർ കഴിഞ്ഞോ സുബഹി കഴിഞ്ഞു. രണ്ടാമത്തേത് ഇജാബത്തിന്റെ വഖത്തിന് പ്രതീക്ഷിക്കുക എന്നതാണ്. മൂന്നാമത്തേത് വെള്ളിയാഴ്ച പകലിൽ പുണ്യനബിയുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ്. നാലാമത്തേത് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നതാണ്. വെള്ളിയാഴ്ചയുടെ പകലിലെ സ്പെഷ്യലായ 5ാമത്തെ അമല് നിസ്കാരങ്ങളുമായി ബന്ധപ്പെടുക. ഉദാഹരണം, തസ്ബീഹ് നിസ്കാരം വെള്ളിയാഴ്ച പകലിൽ നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. വെള്ളിയാഴ്ച പകലിൽ തസ്ബീഹ് നിസ്കരിക്കാം. തസ്ബീഹ് നിസ്കാരം പകല് നിസ്കരിക്കുമ്പോൾ 4 റക്അത്ത് 2 റക്അത്ത് സലാം വീട്ടാതെ ഒന്നിച്ച് നിസ്കരിക്കലാണ് അഫ്ളല്. തെറ്റിപ്പോകുന്നു കണ്ട ഈ 2 റക്അത്ത് സലാം വീട്ടി നിസ്കരിക്കാവുന്നതാണ് തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരത്തെ കുറിച്ച് ഇപ്പൊ ഏതായാലും പറയുന്നില്ല, ഒരുപാട് നീണ്ടുപോകും, അതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല. തസ്ബീഹ് നിസ്കാരം വെള്ളിയാഴ്ച പകലിൽ പ്രത്യേകം സുന്നത്തുണ്ട്. കേട്ടോളൂ. വയസ്തഹബ്ബു അൻ യുസല്ലിയ സ്വലാത്ത തസ്ബീഹി. തസ്ബീഹ് നിസ്കാരം വെള്ളിയാഴ്ച പകലിൽ നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. കമാ സയഅതി ഫി ബാബി തതവ്വുഅതി കൈഫിയത്തുഹാ ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിഅമ്മിഹി അൽ അബ്ബാസ് സ്വല്ലിഹാ ഫി കുല്ലി ജുമുഅ. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ, ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ, ഇബ്നു ഹുസൈമ അവിടുത്തെ സ്വഹീഹിൽ, അതുപോലെ തന്നെ മഹാനായ ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിലൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ചയും തസ്ബീഹ് നിസ്കരിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് വെള്ളിയാഴ്ച പകലിൽ തസ്ബീഹ് നിസ്കാരം സുന്നത്തുണ്ട്. അപ്പൊ വെള്ളിയാഴ്ചയിൽ സ്പെഷ്യലായ 7 അമലുകളിൽ 5ാമത്തെ അമല് വെള്ളിയാഴ്ച പകലിൽ നിസ്കാരം വർദ്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ളുഹാ നിസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം കൂട്ടാം. വെള്ളിയാഴ്ച പകലിൽ ചെയ്യാൻ പറ്റുന്ന 7ഓളം വരുന്ന സ്പെഷ്യലായ അമലുകളിൽ 6ാമത്തേത് സ്വതഖ വർദ്ധിപ്പിക്കാം. സ്വതഖ കർമ്മശാസ്ത്ര ഗ്രന്ഥം ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യം വെള്ളിയാഴ്ചയിൽ സ്വതഖ. വെള്ളിയാഴ്ച പകലിൽ സ്വതഖ മുസ്തഹബ്ബത്തുൻ ഫി ഹാദൽ യൗമി ഖസ്സാ. വെള്ളിയാഴ്ച പകലിൽ സ്പെഷ്യലാണ് സ്വതഖ. സ്വതഖ ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. ഫഇന്നഹാ തുളാഅഫു. ഇരട്ടി പ്രതിഫലമാണ് സ്വതഖക്കുള്ളത്. മഹാന്മാര് പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഏറ്റവും നല്ല ഒരു സ്വതഖയുണ്ട്, അത് ഭക്ഷണം കൊടുക്കലാം. വെള്ളിയാഴ്ച രാവ് ഒരാൾക്ക് അത്താഴം ഒരുക്കിയാൽ വല്ലാത്ത പ്രതിഫലമാണ്. വെള്ളിയാഴ്ച രാവിലെ ഭക്ഷണം കൊടുത്ത് വിരുന്ന് ഒരുക്കിയിട്ട് പള്ളിയിലേക്ക് വന്ന് ഇമാമിന്റെ സലാം വിട്ടതിന് ശേഷം ഒരു മനുഷ്യൻ ദുആ, അതായത് വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ പകല് നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു, അത് കഴിഞ്ഞിട്ട് അന്ന് നമ്മൾ ജുമുഅക്ക് പള്ളിയിൽ വന്നു. കേട്ടോളൂ ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നു, വെള്ളിയാഴ്ച ഒരാൾ ഒരു മിസ്കീനായ മനുഷ്യന് ഭക്ഷണം കൊടുത്തു. പിന്നെ നേരം വെളുത്ത് വബത്തഖറാവൻ നേരത്തെ പള്ളിയിലേക്ക് വന്നു. വലം യുഅ്ദി അഹദ, ഒരാളെയും വേദനിപ്പിച്ചതുമില്ല. ഈ ഭക്ഷണം കൊടുത്ത ആൾ ഒരാളെ ഇടങ്ങേറാക്കിയിട്ടില്ല. ثم قال حين يسلم الإمام, ഇമാം സലാം വിട്ട് നിസ്കാരം അവസാനിച്ച ശേഷം ജുമുഅയുടെ ഉടനെ ഈ ഭക്ഷണം സൽക്കാരം നടത്തിയ മുഅ്മിനായ സഹോദരൻ ദുആ എങ്ങനെ ദുആയിരുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ ഹയ്യിൽ ഖയ്യൂം അസ്അലുക അൻ തഗ്ഫിറ ലീ വതർഹമനി വതുആഫിയനി മിനന്നാർ. ഇങ്ങനെ ദുആ വേഗം ഇജാബത്തുണ്ട്. സുമ്മ ബദഅ ബിമാ ബദാലഹു,
പിന്നെ അവന് തോന്നിയതൊക്കെ അവന്റെ മനസ്സിലേക്ക് ഉദിച്ചു വരുന്ന ആശയങ്ങളൊക്കെ അള്ളാഹുവോട് ദുആ ആ മനുഷ്യന് വേഗത്തിൽ ഇജാബത്തുണ്ട്. ഒറ്റ വാക്കിൽ പറയാം, വെള്ളി രാവോ പകലോ നമ്മൾ ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു, ഭക്ഷണം വീട്ടിൽ സൽക്കരിച്ചു, എന്നിട്ട് ആരെയും നമ്മൾ വായ കൊണ്ട് നാവുകൊണ്ടോ കയ്യുകൊണ്ടോ വേദനിപ്പിച്ചല്ല, നേരത്തെ പള്ളി പോയി ജുമുഅ കഴിഞ്ഞ ഉടനെ നമ്മൾ ബിസ്മി ചൊല്ലിയിട്ട് ദുആ കഴിഞ്ഞാൽ വേഗം നമ്മുടെ ദുആ അല്ലാഹു പരിഗണിക്കുമെന്ന് മഹാന്മാരായ സലഫ് സാലിഹീങ്ങൾ പറയാം. അപ്പൊ വെള്ളിയാഴ്ചയുടെ പകലിൽ സദഖയായി തന്നെ പരിഗണിക്കാണ് ഈ ഭക്ഷണം കൊടുത്തത്. അതുകൊണ്ട് ഞാൻ സുദീർഘമാക്കുന്നില്ല. സ്പെഷ്യലായ 7 അമലുകളിൽ 7ാമത്തേത് അൻ യജ്അല യൗമൽ ജുമുഅത്തി ലിൽ ആഖിറ, വെള്ളിയാഴ്ചയെ ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കലാണ്. ഫയകുഫ ഫീഹി മിൻ അൻ ജമീഇ അശ്ഗാലിദ് ദുനിയാ, ദുനിയവിയായ തിരക്കുകൾ വെള്ളിയാഴ്ച മാറ്റണം. വയുക്തിറ ഫീഹിൽ ഔറാദ്, അന്ന് ദിക്റുകളും സ്വലാത്തുകളൊക്കെ ആയിട്ട് ഔറാദായിട്ട് വ്യാപൃതമാവണം. ഇനി കേട്ടോളൂ, വെള്ളിയാഴ്ചയുടെ പകലിൽ ഒരു സുദീർഘമായ യാത്രയെ ഒരാൾ വെള്ളിയാഴ്ചയിലേക്ക് എടുക്കാൻ പാടില്ല. വെള്ളിയാഴ്ച പകലിൽ അങ്ങനെയുള്ള സുദീർഘമായ യാത്രകൾ ഹറാമാണ് എന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. ഒഴിച്ചുകൂടാൻ പറ്റാത്തത് ഒഴികെ. അത്ര നിർബന്ധമല്ല, അത് ശനിയാഴ്ച ആയാലും ഞായറാഴ്ച ആയാലും വ്യാഴാഴ്ചയിലും ഒക്കെ നടക്കുമെങ്കിൽ. എന്നാലും വ്യാഴാഴ്ച രാത്രി യാത്ര പോകുന്ന ആളുകൾക്ക് ജുമുഅ മുടങ്ങും എന്നൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് പാടില്ല എന്നാണ്. മലക്കുകൾ നമ്മളുടെ യാത്രയിൽ നമുക്കെതിരെ ദ്വാരക്കുന്നു വരെ പറഞ്ഞിട്ടുണ്ട് ഇമാം ഗസാലി. മൻസാഫറ, ഹദീസിലുള്ളതാണത്. റുവിയ അന്നഹു മൻസാഫറ ഫി ലൈലത്തിൽ ജുമുഅത്തി ദഅ അലൈഹി മലക്കാൻ. ഇമാം ദാറുഖുത്നി അവിടുത്തെ അഫ്രാദില് ഈ ഹദീസ് പറയുന്നുണ്ട്. വെള്ളിയാഴ്ചയിലെ ജുമുഅയും മറ്റുള്ള അമലുകളും മുടക്കം വരുത്തുന്ന രീതിയിലുള്ള വിനോദയാത്രകൾ വ്യാഴം രാത്രി പോവാൻ പാടില്ല. മലക്കുകൾ എതിരെ ദ്വാരക്കുന്ന. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ വെള്ളിയാഴ്ചയിലെ സ്പെഷ്യലായ 7 അമലുകൾ, ഒരു നല്ല സമയമാണ് മുഹറം മാസത്തിൽ അങ്ങനെ നമുക്ക് കിട്ടിയ ആ 7 അമലുകളെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. നമുക്ക് ചെയ്യാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. الحمدلله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. അനുഗ്രഹീതമായ മാസത്തിന്റെ എല്ലാ നന്മകളിലേക്കും ഞങ്ങളെ ചേർക്കണേ അല്ലാ. ദുആ വസിയത്ത് പറഞ്ഞ ഒരുപാട് പേരുണ്ട് തമ്പുരാനെ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ വാഹനങ്ങളിൽ സ്ഥാപനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സ്ഥാപന സംബന്ധമായ പ്രയാസങ്ങൾ പറഞ്ഞ് പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ദൂരീകരിക്കണേ അല്ലാ. ഈമാനുള്ള സത്യസന്ധരായ ജോലിക്കാരാവശ്യമുണ്ട് സ്ഥാപനത്തിലേക്ക്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ, സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, മരുന്ന് ഫലിക്കാത്ത രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പഠനങ്ങളിൽ, പരീക്ഷകളിൽ, പുതിയ അഡ്മിഷനുകളിൽ, ജോലി തേടുന്ന മക്കളുണ്ട് റബ്ബേ, അവരുടെ പ്രയത്നങ്ങളിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ സഹായിക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ പലരുടെയും ആണ്ട് ദിവസങ്ങൾ ഖത്മോദിയിട്ട് ഈ മജ്ലിസിൽ ദുആരക്കാൻ പറഞ്ഞേൽപ്പിച്ച ഉമ്മമാരുണ്ട്. അല്ലാഹുവേ റബ്ബേ, മരണപ്പെട്ടവരുടെ ഹളറാത്തിൽ അതിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. മിക്കവാറും കുടുംബങ്ങളിൽ പനിയും മറ്റ് അസ്വസ്ഥതകളും ശാരീരിക പ്രയാസങ്ങളും കൊച്ചുമക്കൾക്ക് രോഗങ്ങളും ഒക്കെയാണ്. അല്ലാഹുവേ, ശിഫ നിന്റെ ഔദാര്യമല്ലേ അല്ലാ. നീ ശിഫ നൽകണേ റഹ്മാനെ, ശിഫ നൽകണേ അല്ലാ.
അല്ലാഹുവേ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. കടബാധ്യത ഉള്ളവരുണ്ട്, വീട്ടിൽ കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, ദുആക്ക് ആമീൻ പറയുന്നവർ, അല്ലാഹുവേ അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സഗാറാ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.